ആയുർവേദം, ആയുസ്സിൻ്റെ വേദം, മന്ത്രത്തിലൂടെയും മനനത്തിലൂടെയും ആർജിച്ച പാരമ്പര്യശുദ്ധമായ വൈദ്യശാഖ. ഇത് വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാട്, 1000 പൂർണ്ണചന്ദ്രനെ കണ്ട വൈദ്യകുലപതി, ആയിരങ്ങളുടെ ആധിയും വ്യാധിയും തീർത്ത് ആയുസ് നീട്ടിക്കൊടുത്ത ആയുർവേദ ആചാര്യൻ, പാരമ്പര്യത്തിനുമപ്പുറം ജീവിതത്തിലെ ധ്യാനപൂർണമായ അന്വേഷണങ്ങളിൽ നിന്നും ആർജിച്ച അപൂർവമായ അറിവുകളുടെ അക്ഷയക്കനി. രസവൈശേഷികം, കർമ്മപരിചയം, അഷ്ടാംഗ ദർശനം, വിചാരധാര തുടങ്ങി നിരവധി വിശിഷ്ട ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ശ്രീ രാഘവൻ തിരുമുൽപ്പാട്. കർമ്മയോഗി എന്ന് തീർത്തും പറയാവുന്ന പുണ്യജന്മം. ഭാരതത്തിൽ പല വൃക്ഷങ്ങളെയും ദൈവത്തെപ്പോലെ തന്നെ കരുതി ആരാധിക്കാറുണ്ട്. ജീവധാരയുടെ തുടക്കം തന്നെ പുണ്യസസ്യമായ തുളസിയിൽ നിന്നായിരുന്നല്ലോ. തുളസി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാരതീയർ ആരാധിക്കുന്ന വൃക്ഷം അരയാലാണ്. അരയാൽ ഉൾപ്പെടുന്ന നാൽപ്പാമരത്തെക്കുറിച്ചാണ് ഇന്നു മുതൽ ജീവധാരയിൽ. ജീവന്റെ അനുസ്യൂതമായ പ്രവാഹമാണ് ഈ പ്രപഞ്ചത്തിലെന്നും. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവിയും ജീവൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നു. രോഗം വരും മുമ്പ് തന്നെ ചെറുക്കാൻ നമ്മെ സഹായിക്കുന്ന ഔഷധവീര്യവുമായി നിൽക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട് ഈ സസ്യപ്രപഞ്ചത്തിൽ. ഒരു ജന്മം കൊണ്ട് 1000 പേർക്കല്ല, 1000 പേർക്ക് സൗഖ്യം പകരുന്ന ഒരു സസ്യജന്മമാണ് അരയാൽ. ഒരു പ്രദക്ഷിണം കൊണ്ട് തന്നെ മനസ്സിനും ശരീരത്തിനും ആനന്ദവും ആരോഗ്യവും പകരുന്ന പുണ്യവൃക്ഷമാണ് അരയാൽ. ആയുർവേദത്തിലെ നാൽപ്പാമരം എന്ന ഔഷധക്കൂട്ടിലെ ഒരു പ്രധാന മരമാണ് ദേവവൃക്ഷമായ അരയാൽ. ഈ മരങ്ങളുടെ സമൂഹത്തിന് നാൽപ്പാമരം എന്ന പേരെങ്ങനെയാണ് വന്നത്? പലപ്പോഴും ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയോ അല്ലെങ്കിൽ
സമാന സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കിയോ ആയിരിക്കാം ഇത്തരത്തിലുള്ള പേരുകൾ വന്നത്. എന്നിരുന്നാലും നാൽപ്പാമര എന്ന പേരിന് പുറകിൽ ചില കാര്യങ്ങളുണ്ട്. നാൽപ്പാമരം എന്ന് പറഞ്ഞാൽ പാൽമരം എന്ന് വെച്ചാൽ തൊലി മുറിച്ചാൽ പാല് വരുന്നതാണ് പാൽമരം. ഈ പാൽമരം അതിൽ പ്രത്യേകിച്ച് ഈ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന പാൽമരങ്ങൾ 4 പാൽമരങ്ങളാണ്. അത്തി, ഇത്തി, അരയാല്, പേരാള്. അത്തി, ഇത്തി, പാൽ, അരയാൽ ഈ 4 വൃക്ഷങ്ങളെയും ചേർത്താണ് നാൽപ്പാമരം എന്ന് പറയുന്നത്. ഇവയുടെ തടിയോ ഇലയോ തൊലിയോ മാത്രമല്ല, സാന്നിധ്യം തന്നെ സൗഖ്യം പകരുമത്രേ. പലതരം രോഗങ്ങൾക്കുള്ള ചികിത്സകളിൽ ഈ ദിവ്യവൃക്ഷങ്ങളുടെ വിവിധ ഭാഗങ്ങൾ ഔഷധത്തിനായി ഉപയോഗിക്കുന്നു. എണ്ണകൾ, കുഴമ്പുകൾ, കഷായങ്ങൾ തുടങ്ങി പലവിധം ഔഷധക്കൂട്ടുകളിൽ നാൽപ്പാമരം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നാൽപ്പാമരങ്ങളിലെ അരയാൽ, ആൽ എന്നീ മരങ്ങൾ യഥേഷ്ടം കാണപ്പെടുന്നുണ്ട്. പക്ഷേ അത്തി, ഇത്തി എന്നീ മരങ്ങൾ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോൾ അപൂർവമായിരിക്കുന്നു. ഇവയിൽ തന്നെ ഇത്തി അത്യപൂർവമെന്ന് തന്നെ പറയാം. പക്ഷേ നാൽപ്പാമരം ആയുർവേദത്തിലെ അപൂർവ സിദ്ധികളുള്ള ഔഷധം തന്നെയാണ്.